സ്നേഹനന്ദങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഒന്നിച്ച് അടുത്ത് ഉരുവാന്തക്കൊണ്ട് അവിടുന്ന് ചെയ്ത ഉപകാരത്തിനായി സ്തോത്രം. ഞങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന സകല ശത്രുവിൻ്റെ പദ്ധതികളെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രനാകുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അമർച്ച ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മുതൽ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ചും ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളും വലിയ സ്പിരിച്വൽ ഫ്രീഡം അനുഭവിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. നിനക്ക് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. വൻകാര്യങ്ങൾ നീ ചെയ്യണം. അങ്ങനെ അവിടുന്ന് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആണിപ്പാടുകളുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണമെന്ന് വീക്ഷിക്കുന്നു. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവിതാനുഭവം. വളരെ തീക്ഷ്ണമാകുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരു ദൈവദാസൻ, ഒരു വൈറൽ പാട്ടുകാരൻ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കൊച്ചുമോൻ ബ്രദർ, കൊച്ചുമോൻ ആന്ത്യാരയത്ത് ദുബൈയിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നു. കൊച്ചുമോൻ ബ്രദർ അദ്ദേഹത്തെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. എന്നോട് മെസ്സേജ് ഇട്ടു, പാസ്റ്ററെ, നമ്മുടെ ആസാദി ചാനലിൽ ഈ സാക്ഷ്യം കൊണ്ടുവരണം. കൊച്ചുമോൻ ബ്രദറിനോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ബിജു പനങ്ങാട് വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്നതിൽ. വൈറൽ പാട്ടുകാരൻ അല്ലേ, അങ്ങനെയാണോ പറയേണ്ടത്? ഇതൊരു വേട് മാത്രമാണ്. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി മാറി. വൈറൽ എന്നൊക്കെയുള്ള ലോകത്തിൻ്റെ ഭാഷയല്ലയോ, നമ്മളൊരു ബ്ലെസ്സിംഗ് ആയി മാറി. ഞാൻ ശ്രദ്ധിച്ചിരുന്നു പാസ്റ്ററുടെ ആ പാട്ട് 3,60,000 ആളുകൾ കാണുവാനിടയായി തീർന്നു. അത്രയും പേർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. ചെറുപ്പം മുതലേ പാടുമോ? പാടും പാസ്റ്റേ. ചെറുപ്പം മുതലേ പാടുമായിരുന്നു. വീട്ടില് അമ്മയുടെ അപ്പച്ചൻ പാടുമായിരുന്നു. പിന്നെ അമ്മച്ചിയുടെ ആങ്ങളമാര് ഒക്കെ അവരും അത്യാവശ്യം പാടുമായിരുന്നു. അപ്പം അങ്ങനെ ബാല്യകാലത്തിലൊക്കെ അത് കണ്ട് പഠിച്ച് കേട്ടും അങ്ങനെയാണ് പാട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അതെ, ആ പാട്ട് അല്ലേ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു പാട്ടാണ്, തൊട്ടറിഞ്ഞൊരു പാട്ടാണ്. കാരണം ഏത് പാട്ട് പാടുന്ന ആള് ആ പാട്ടിനെ സ്വന്തമാക്കി പാടുമ്പോഴാണ്, ജീവിതാനുഭവങ്ങളോട് ചേർത്ത് പാടുമ്പോഴാണ് അതിൻ്റെ ഒരു മാധുര്യം കൂടുന്നത്, അതിൻ്റെ ഒരു ബലം വർദ്ധിക്കുന്നത്, അതിൻ്റെ ഒരു മൂർച്ച കൂടുന്നത്. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട് അല്ലേ? തീർച്ചയായും. ഈ പാട്ടും ജീവിതത്തിൻ്റെ ഭാഗമാണോ, ഒരു അനുഭവമാണോ? അതെ, അതെ, അതെ. ഇതും ജീവിതത്തിന്റെ ഒരു അനുഭവമാണ്. കാരണം ആ പാട്ടിലുള്ള എല്ലാ വരികളും എൻ്റെ കഴിഞ്ഞകാല ജീവിതവുമായി ബന്ധപ്പെട്ട വരികളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ട് പാടുവാൻ ഇടയായി തീർന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ്, ഒരു ജീവചരിത്രമാണ് ആ പാട്ടെന്ന് പറയാം. ആ പാട്ട് എഴുതാനൊരു ഒരു ഒരു അല്ല, എഴുതുമല്ലോ, പാടാനല്ലേ? പാസ്റ്റർ പാട്ട് എഴുതിയിട്ടില്ല. ഇല്ല, അത് പാട്ട് എഴുതിയത് നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് സാംസൺ ചെങ്ങന്നൂരാണ്. ആ പാട്ട് എഴുതി കർത്താവിൻ്റെ ദാസൻ തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ ആ ഗാനം കേൾക്കാൻ ഇടയായിത്തീർന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അതാണ് അതിൻ്റെ പാടാനുള്ള ആദ്യ പശ്ചാത്തലമെന്ന് പറയും. എന്താണെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ പാട്ടും അതുപോലെ പാടിയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കണം. എന്നാൽ ആരംഭത്തിൽ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കുടുംബ പശ്ചാത്തലം, അതുപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജനിച്ചത് എവിടെയാ, സ്ഥലം എവിടെയാ, ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകൾ, പാസ്റ്റർ കുടുംബം, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങണം. പാട്ടും പാടണം കേട്ടോ, ഇടയ്ക്ക് പാട്ടും പാടണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. അതിനുശേഷം നമുക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാം. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ അനേക ദൈവമക്കളും ഒക്കെ അറിയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയാല് ഈ ഗാനം
പാടാൻ ഇടയായി തീർന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ അതെന്റെ ജീവിത അനുഭവം പിന്നാലെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലെ പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർത്തുകൊണ്ട് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറഞ്ഞ സംഘടനയോട് ബന്ധപ്പെട്ട് ഞാൻ സുവിശേഷകനായി കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. എൻ്റെ വീട്ടില് എനിക്കിപ്പോൾ ഉള്ളത് മാതാവ്, അതുപോലെ എൻ്റെ ഭാര്യ ഷീബ, 2 മക്കൾ. മൂത്ത പൈതല് ഹെപ്സീബ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയമോൻ ഹാൽവിൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് ഒരു സഹോദരി ഉണ്ട്. സഹോദരിയും സഹോദരനും കുഞ്ഞുങ്ങളും കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് കോരുത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ കുടുംബമായി പാർക്കുന്നു. എൻ്റെ മാതാവിൻ്റെ പേര് ചിന്നമ്മ എന്നാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ബേബി എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ദൈവകൃപയാൽ എറണാകുളത്തിൻ്റെ പ്രദേശത്ത് ആയിരിക്കുന്നു. പലയിടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം മൂലമുള്ള വേലയോടുള്ള ബന്ധത്തിൽ അടിയനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ജീവിതാനുഭവങ്ങളൊക്കെ പറയാം കേട്ടോ പാസ്റ്ററെ. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പാട്ട് ഒക്കെ ഒന്ന് പാടി കേൾക്കണം. ഇനിയുള്ള സമയം പാസ്റ്റർക്ക് തരികയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിലേ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. കർത്താവ് അനേകർക്ക് അനുഗ്രഹമാകട്ടെ. ഈ ഒരു ടെസ്റ്റിമണി സെഷനും കേൾക്കാൻ ഞങ്ങൾ റെഡിയായിട്ടിരിക്കുക. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കൃപയാൽ പാടിയ ആ ഗാനത്തിൻ്റെ ഒരു ഈരടി പാടിക്കൊണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് കടക്കാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാം കീഴയന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാം കീഴയന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ആ പാട്ടിന്റെ ആ വരികളിൽ കേട്ടതുപോലെ തന്നെ ആയിരുന്നു എൻ്റെയും ജീവിത അനുഭവങ്ങൾ. എൻ്റെ ജീവിതത്തിലും ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. ചുരുക്കം വാചകങ്ങളിൽ പ്രേക്ഷകരുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ അതെങ്ങനെ പറഞ്ഞ് പൂർത്തീകരിക്കണമെന്ന് ഒരുപക്ഷെ അറിയില്ലെങ്കിലും തിങ്ങി വിങ്ങുന്ന ഹൃദയത്തോടെ, ആത്മഭാരത്തോടെ, എങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞുവെന്നുള്ളതായ ഒരുപാട് സന്തോഷത്തോടെ ആ പാട്ടിൽ കാണുന്നത് പോലെ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയാൻ കഴിഞ്ഞത് നിമിത്തം കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ച വിധങ്ങളെ കുറിച്ച് പറയുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായിട്ട് വലിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. 1977 മാർച്ച് മാസം 25-ാം തീയതി കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത പറത്താനം എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വളർത്തപ്പെടാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു.
ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാവിനും പിതാവിനുമായി ഞങ്ങൾ 2 മക്കളാണ്. ഞാനും എൻ്റെ കൊച്ചു പെങ്ങളും. ഞങ്ങൾ തമ്മിൽ 2.5 വയസ്സിന്റെ വ്യത്യാസമാണ്. എന്നാൽ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബം വലിയ തകർച്ചയുടെയും വലിയ നിലവിളിയുടെയും വലിയ നിന്ദയുടെയും ഒരു അനുഭവത്തിൽ കൂടിയായിരുന്നു കടന്നു പോയിരുന്നത്. എൻ്റെ ബാല്യകാലത്തിൽ ഞാനൊരു ടൈഫോയിഡ് രോഗിയായി മാറാനിടയായി. എന്നാൽ ദീർഘനാളുകൾ ആശുപത്രികളിൽ കൂടി കയറിയിറങ്ങേണ്ട സാഹചര്യമുണ്ടായി. ഞാൻ രോഗിയായി തീർന്നു. രക്തം ഛർദ്ദിക്കുന്ന ഒരു അനുഭവത്തിലേക്കൊക്കെ ആയിരുന്നു എന്ന് എൻ്റെ മാതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത് മാത്രവുമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല. ഒരു വീട് വെക്കാൻ ഒരു തുണ്ട് ഭൂമി ഞങ്ങൾക്കില്ല. വഴിയരികിൽ ഓലക്കീറ് മാത്രം കയറിൽ കോർത്തിണക്കിയ ഒരു ചെറ്റപ്പുരയ്ക്കുള്ളിലായിരുന്നു എൻ്റെ ബാല്യകാലത്തിലെ ജീവിതം. എന്നാൽ ആ സാഹചര്യത്തിന് നടുവിൽ എൻ്റെ മാതാവ് എന്ന് പറയുന്നത് ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ബാല്യകാലത്തിലെ തന്നെ എൻ്റെ പിതാവിൻ്റെ സ്നേഹം ഞങ്ങളിൽ നിന്ന് അന്യമാകുവാൻ ഇടയായി തീർന്നു. എൻ്റെ മാതാവും പിതാവും അവരുടെ കുടുംബജീവിതം വലിയ ഒരു തകർച്ചയിലേക്ക് മാറിയെന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് തകർച്ചയിലൂടെ കടന്നുപോയി. അങ്ങനെ യഥാർത്ഥമായിട്ടൊരു കുടുംബത്തിൽ കിട്ടേണ്ട വാത്സല്യമോ സ്നേഹമോ ഒന്നും ലഭിക്കാതെ ജീവിതത്തിലെ പച്ചയായ വേദനയുടെ അനുഭവങ്ങൾ കൂടി കടന്നു പോകുവാനിടയായി. എന്നാൽ എൻ്റെ ബാല്യകാലത്തിൽ എനിക്കേറെ ഒരു 2.5 വയസ്സോളം പ്രായമുള്ള സമയം, 2.5-3 വയസ്സ് പ്രായമുള്ള സമയത്തൊക്കെ എൻ്റെ അമ്മ കൂലിപ്പണി ചെയ്തു ഞങ്ങളെ പോറ്റിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം. കുറച്ചു നാളം കഴിഞ്ഞപ്പോൾ അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നു എന്നോട് ചോദിച്ചു, ഇങ്ങനെ, മോനെ, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ആത്മഹത്യ ചെയ്യാം, നമ്മുടെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടുകൂടി, അമ്മ, അങ്ങനെ നമുക്ക് മരിക്കാം എന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ മാതാവ് എന്നോട് പറയുവാനിടയായി തീർന്നത്. കാരണം ഞങ്ങളുടെ ജീവിതം അത്ര പ്രശ്നകലുഷിതമായ ഒരു അനുഭവമായിരുന്നു. നാട്ടിനും നാട്ടുകാർക്കും ഒക്കെ വളരെ നോക്കുമ്പോൾ ദുഃഖപൂർണമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ ബാല്യകാല ജീവിതം. എന്നാൽ അല്പകാലം മുമ്പോട്ട് കടന്നു പോയപ്പോൾ ജീവസന്ധാരണത്തിനുള്ള വഴി അടയുവാനിടയായി തീർന്നപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു, ഇനി കൂലിപ്പണി ചെയ്ത് അധികം കാലമൊന്നും നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ജീവിതത്തിന്റെ വഴിത്താരയിൽ വീർപ്പ് മുട്ടിയ മാതാവ് നമ്മളോട് പറഞ്ഞു, ഇനി മുമ്പോട്ട് വലിയ പ്രയാസമാണ്. അങ്ങനെ വളരെ വേദനയോടുകൂടി ഞങ്ങൾ കഴിഞ്ഞു പോകുന്ന ആ സാഹചര്യത്തിൽ എൻ്റെ വീട്ടിലെ അമ്മയുടെ മാതാവ് വളരെ നന്നായി പ്രാർത്ഥിക്കുന്ന, തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരിടിക്കുന്ന ഒരു മാതാവായിരുന്നു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൊട്ട് അടുത്ത വീട്ടിൽ നടന്നതായ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു പോകുവാനിടയായി. അവിടെ ഏലപ്പാറയിലുള്ള ഹൈറേഞ്ചിലുള്ള ഗ്ലോബൽ മിഷൻസ് ഇന്ത്യ എന്ന് പറഞ്ഞ ദൈവസഭയുടെ അന്ന് ഓവർസീറായി സേവനം അനുഷ്ഠിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PM ബേബി എന്ന അനുഗ്രഹീത കർത്താവിൻ്റെ ദാസൻ അവിടെ കടന്നു വന്ന് ശുശ്രൂഷിക്കാനിടയായിത്തീരുകയും ഈ വേദനകൾ ആ ദൈവദാസനുമായി പങ്കിടുകയും വളരെ സന്തോഷത്തോടു കൂടി ആ ദൈവദാസൻ പറഞ്ഞു, അമ്മച്ചി ഭാരപ്പെടേണ്ട, ആ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു അനാഥശാല നടത്തുന്നുണ്ട്, അനാഥശാലയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുവാനിടയായി. അതെൻ്റെ മാതാവിനോട് പറയുകയും ഞങ്ങളുടെ സഭക്കാരോട് പറയുകയും ഒരുമിച്ച് അവര് കൂടി ആലോചിച്ച് തീരുമാനിച്ചു ഞങ്ങളെ അനാഥശാലയിലേക്ക്, ഹൈറേഞ്ചിലുള്ള അനാഥശാലയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്
ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എൻ്റെ അനുജത്തി അവൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു ക്ലാസ് വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിൽ. എന്നാൽ ആ സമയത്ത് ഞങ്ങളെ രണ്ടുപേരെയും സഭ പ്രാർത്ഥിച്ച് എലപ്പാറയിലുള്ള ഹൈറേഞ്ചിലുള്ള അനാഥശാലയിൽ പോയി അവിടെ 9-ാം ക്ലാസ് വരെ പഠിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പിതാവില്ലാത്ത അല്ലെങ്കിൽ തകർന്നുപോയ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഹൈറേഞ്ചിന്റെ തണുത്തുറഞ്ഞതായ ആ അന്തരീക്ഷത്തിൽ അവിടെ കടന്നു ചെല്ലുവാനും ഞങ്ങൾക്ക് അനാഥശാലയുടെ അന്തരീക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് ആയിത്തീരുവാനിടയായി. ധാരാളം കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം അനാഥരായിട്ടുള്ള ചെറുതും വലുതുമായ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. അവരുടെ വേദനകളും ദുഃഖങ്ങൾക്കും ഒപ്പം ഞങ്ങളും പങ്കുചേരുവാനിടയായി. ഒരുപാട് കണ്ണുനീരിന്റെയും വേദനയുടെയും നിരാശയുടെ അനുഭവത്തിൽ കൂടെ ഞങ്ങളുടെ ബാല്യകാലം കടന്നുപോയി. പലപ്പോഴും ഞാനും എൻ്റെ കൊച്ചു പെങ്ങളും മുഖാമുഖം നോക്കി ഞങ്ങൾ അനേക രാത്രികൾ, അനേക സന്ധ്യയുടെ സമയങ്ങളിൽ ഞങ്ങൾ വാവിട്ട് നിലവിളിച്ച ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ കഴിക്കാൻ നല്ല ആഹാരമോ ധരിക്കാൻ വസ്ത്രമോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിന് നടുവിൽ മാനസികമായും ശാരീരികമായിട്ടൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്നതായ സമയത്ത് ഞങ്ങളെ സ്നേഹിപ്പാൻ കർത്താവ് ആ അഭിഷിക്തനെയും തൻ്റെ കുടുംബത്തെയും ഞങ്ങൾക്ക് ഒരുക്കുന്ന, ഞങ്ങൾക്ക് നല്ല ആഹാരവും നല്ല വസ്ത്രവും ഒക്കെ തന്ന് ഞങ്ങളോട് പറയുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് ഞാൻ കളിച്ചുകൊണ്ട് നടക്കുന്നതായ ആ സമയത്തൊക്കെ കർത്താവിൻ്റെ ദാസൻ എന്നെ വന്ന് പിടിച്ച് തൻ്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോവുകയും എന്നോട് പറഞ്ഞു, മോനെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സ്ഥിതിക്കെല്ലാം ദൈവം ഭേദം തരും. ആ സമയത്ത് കളിച്ചു നടക്കേണ്ട പ്രായമാണ്. പക്ഷെ എനിക്ക് എന്നെ എന്തോ ആ ദൈവദാസന് ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അദ്ദേഹത്തോട് ചേർന്നിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനിടയായി. എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ ഇന്ന് കൂലിപ്പണിയൊക്കെ ചെയ്യുന്നെങ്കിലും അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും, ഇത് പറയുമ്പോൾ 8-ാം ക്ലാസ് വിദ്യാഭ്യാസമേ എൻ്റെ മാതാവിനുള്ളൂ. അങ്ങനെ ആ സന്ദർഭത്തിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനിടയായി. എന്നാൽ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ഇങ്ങനെ ഞങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ആ റോഡുകളിലേക്ക് ഞങ്ങൾ നോക്കും, പല കുഞ്ഞുങ്ങളും ജനലിൽ കൂടി. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ സമയം സൺഡേ സ്കൂളിന് ശേഷമായി റോഡിൽ വന്ന് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരത്ത് നിന്ന് ഒരു വയലറ്റ് കളർ സാരി എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാൻ വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ അമ്മയാണ്. ആ സമയം ഓടിച്ചെന്ന് എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഞാൻ ആദ്യം ചോദിച്ചത്, അമ്മേ, എവിടുന്നാണ് ഈ പുതിയ സാരി? ഞങ്ങളുടെ വീട്ടിൽ അന്ന് പുതിയ സാരി ഒന്നുമില്ല, ഒരു സാരിയാണ് എൻ്റെ മാതാവിനുണ്ടായിരുന്നത്. മാത്രമല്ല വസ്ത്രങ്ങളൊന്നും അധികമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, മോനെ ചെല്ല്, സഭായോഗമാ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം പറയാൻ കർത്താവിൻ്റെ ദാസൻ അവസരം കൊടുത്തപ്പോൾ എൻ്റെ മാതാവ് എഴുന്നേറ്റ് നിന്ന് കണ്ണുനീരോടെ പറഞ്ഞു, എനിക്ക് ദൈവകൃപയാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ജോലിക്ക് ലെറ്റർ വന്നു. എനിക്ക് കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോലി ലഭിച്ചു. താൽക്കാലികമാണ്, തുച്ഛമായ ശമ്പളമുള്ളെന്ന് പറയാനിടയായി. ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി. ദൈവസഭയുടെ കണ്ണുനീരും ദൈവസഭയുടെ പ്രാർത്ഥനയും ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിന്റെ രീതിയെ മാറ്റാനിടയായി. വീണ്ടും എന്നോട് കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾ അവിടെ തന്നെ തുടർന്നു. ഒരു വർഷത്തിന് ശേഷമായി കർത്താവിൻ്റെ ദാസൻ ഞങ്ങളോട് പറയും, അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഉപവസിക്കുകയും ഞങ്ങളെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവദാസൻ പഠിപ്പിക്കാനിടയായി. ആദ്യമായി ഞങ്ങൾ അനാഥശാലയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് തന്ന വാക്യം ഇതാണ്, സങ്കീർത്തനം 34:10. അതിങ്ങനെയായിരുന്നു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ കുറവില്ല. ഏത് രാത്രിയിൽ ഇന്ന് ആ വാക്യം ചോദിച്ചാലും ഉറക്കത്തിൽ പോലും ഒരുപക്ഷെ ആ വാക്യം ഞാൻ കാണാതെ പറയും. കാരണം
ആ വാക്യം ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളാണ്. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച വാക്യമായിരുന്നു അത്. പ്രിയരെ, പ്രാർത്ഥനയുടെ ഫലമായിട്ട് 1 വർഷം കഴിഞ്ഞ ശേഷമായിട്ട് എൻ്റെ മാതാവ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന എറണാകുളം ജില്ലയിൽ കൊച്ചിൻ നേവൽ ബേസ്, ഇന്ത്യൻ നേവിയിൽ ഒരു ക്ലാസ് 4 ജീവനക്കാരിയായിട്ട് ആ ജോലിയിൽ കോട്ടയത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു ലെറ്റർ വരികയും ദൈവസഭ ശക്തിയോടെ പ്രാർത്ഥിക്കുകയും ദേശത്തേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന വാടക വീടുകളിൽ പാർക്കാനിടയായി തീർന്നു. അങ്ങനെ അമ്മയ്ക്ക് ഒരു ജോലി ലഭിച്ചത് നിമിത്തം കുറേശ്ശെ ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതികൾ മാറുവാൻ തുടങ്ങി. എന്നാൽ ആ ജോലി അല്പകാലം കഴിഞ്ഞപ്പോൾ നഷ്ടമാകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷേ അനേക ദൈവകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന നിമിത്തം ആ ജോലി സ്ഥിരമായി. അനേക വാടക വീടുകളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായെങ്കിലും ഇന്ന് ഞങ്ങൾ പാർക്കുന്ന പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം ഞങ്ങളെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതകളൊന്നും പറയാനില്ലെങ്കിലും കയറിക്കിടക്കാൻ ഒരു കൊച്ചു വീടും തലചായ്ക്കാൻ ഒരിടവും ദൈവം തരാനിടയായി. കഴിക്കാനുള്ള ആഹാരം, ധരിക്കാനുള്ള വസ്ത്രമെല്ലാം ദൈവം നൽകി തരുവാനിടയായി. അപ്പൊ ഇങ്ങനെ തകർന്നുപോയ കർത്താവിന്റെ സ്നേഹം, കടന്നുപോയ ഞങ്ങളുടെ ജീവിതം, അതിൽ മാറ്റിമറിച്ച യേശുവിന്റെ സ്നേഹം, ഇതെന്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ അലിയടിച്ചുകൊണ്ടിരുന്നു. ചെറുപ്പത്തിൽ പഠിച്ച വചനങ്ങൾ, വ്യത്യസ്തമാക്കിയ ദൈവവചനങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ അലിയടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു സമയമായി ആയപ്പോൾ എൻ്റെ അമ്മ അവസാനമായിട്ട് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു: മോനെ, നമ്മളൊരുപാട് കഷ്ടതയിൽ കൂടെ ഒക്കെ വന്നാലേ, അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് നല്ല ജോലി ഒക്കെ നിങ്ങൾ വാങ്ങണം. ഇത് പറയുമ്പോൾ എന്തോ ഒരു ശൂന്യത എൻ്റെ കൊച്ചു ഹൃദയത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ന് അനാഥശാലയുടെ ഇരുളടഞ്ഞ ആ അവസ്ഥയിൽ ഒരുപക്ഷെ ഉള്ളിൽ കിട്ടിയ ദൈവവചനമോ പ്രത്യാശയോ അല്ലെങ്കിൽ ദൈവിക ദർശനമൊക്കെ ആയിരിക്കാം കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉള്ളിലുണ്ടായി. ഒരിക്കൽ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഒരു കഴുതയെയും അതിൻ്റെ കുഞ്ഞിനെയും അടിച്ചു കൊണ്ടുവരുവാൻ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗം ആ ദൈവദാസൻ വർണ്ണിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതിയായ ഒരു പ്രേരണയുണ്ടായി. ഞാൻ പഠിക്കുന്ന സമയമാണ്. ആ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ പിന്നീട് ആ കഴുതയുടെ മാന്യതയും, ആ കഴുതയുടെ പുറത്ത് കയറിയത് യേശുവാണ്. യേശു കഴുതയുടെ പുറത്ത് കയറിയപ്പോൾ ആ മൃഗങ്ങളിൽ യാതൊരു യോഗ്യതയില്ലാത്ത, വിലയില്ലാത്ത ആ കഴുതയുടെ പുറത്ത് ലോകരക്ഷിതാവായ, സമാധാനത്തിന്റെ പ്രഭുവായ, എല്ലാവർക്കും എല്ലാമായ ആ യേശു കയറി എന്ന് ഓർത്ത ആ ഭാഗം എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കാനിടയായി. തുടർന്ന് ഒന്നുമല്ലാത്ത ആ കഴുതയുടെ യാത്ര യേശുമായിട്ടാണ്. ആ യാത്ര പോകുന്നത് യെരൂശലേമിലേക്കാണ്. ആ പോകുന്ന യാത്ര എന്ന് പറയുന്നത് വളരെ മാന്യതയുള്ള ആരവഘോഷത്തോടു കൂടി എന്ന് ചിന്തിക്കാനിടയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു: കർത്താവേ, ഒരു കഴുതയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായെങ്കിൽ ഒരു കഴുതയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുകളിൽ എൻ്റെ യേശു കയറണം എന്ന് ആത്മാർത്ഥമായി നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ആ ക്യാമ്പിന്റെ നടുവിൽ വെച്ച് ഇടയായി തീർന്നു. ഈ ഒരു ദർശനം കിടക്കെ തന്നെ എനിക്ക് ഇതിനുള്ള അറിവോ കാര്യങ്ങളോ പ്രാപ്തിയൊന്നുമില്ല. ബൈബിൾ കോളേജിൽ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അമ്മ ഒരു കാര്യം പറഞ്ഞു: നിനക്ക് നല്ലൊരു ജോലി ലഭിക്കണം. ദൈവകൃപയാൽ എൻ്റെ SSLC പഠനത്തിന് ശേഷമായിട്ട് ഞാൻ ITI പോയി ഇലക്ട്രീഷ്യൻ ട്രേഡ് എടുക്കുകയും അത് പാസ്സാകാനും കുറച്ചു കാലങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻ്റെ
ആ, പ്രാരംഭ ട്രെയിനിങ്, എൻ്റെ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കാൻ ദൈവം ഭാഗ്യം തന്നു. അതിനുശേഷമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് എന്നെ ജോലിക്കായിട്ട് വിളിക്കാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ തിളച്ചു മറിയുന്ന ഒരു ആഗ്രഹമായിരുന്നു. സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇതെന്നെ വളരെ സ്പർശിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ, എല്ലാ ജോലികളെക്കാൾ ശ്രേഷ്ഠമായ ജോലിയാണല്ലോ കർത്താവിൻ്റെ വേല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണ് എന്ന് പറയാനിടയായി തീർന്നു. വലിയ എതിർപ്പുകളൊന്നും പറഞ്ഞില്ല. എങ്കിലും അന്നു മുതൽ എനിക്ക് ലഭിക്കപ്പെടുന്ന സുവിശേഷീകരണത്തിനുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുവാനും അനേക ദൈവഭൃത്യന്മാരോട് ചേർന്ന് പ്രവർത്തിക്കാനും പല ഗോസ്പൽ ടീമുകളിൽ കടന്നുപോയി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഒരു ആത്മീകമാകുന്ന ഒരു അനുഭവത്തിലേക്കൊക്കെ മാറ്റപ്പെടുവാൻ ജീവിതത്തിനിടയായി തീർന്നു. എന്നാൽ ഈ വഴിത്താരയിൽ, ഈ സുവിശേഷീകരണ വഴിത്താരയിൽ എന്നെപ്പോലെ തകർന്നുപോയ അനേക പ്രിയപ്പെട്ടവരെ ഈ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ദൈവം ഭാഗ്യം തന്നു. സ്തോത്രം. തകർന്നുപോയവർ, മദ്യത്തിനും ലഹരിക്കും അടിമകളായിരുന്നവർ, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച ആളുകൾ, ജീവിതത്തിൽ തകർന്നുപോയവർ, രോഗികളായി തീർന്നവർ, അവർക്കെല്ലാം കൃപയാൽ അടിയന്റെ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ ഇത് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 30ഓളം വർഷമായി ഈ പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുവാനും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായി തീരാനും ഇടയായി തീർന്നു. കേരളത്തിൻ്റെ 14 ജില്ലകളിലും അതോടൊപ്പം നോർത്ത് ഇന്ത്യയുടെ 1-2 സ്റ്റേറ്റുകളിലും കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിപ്പാൻ, പ്രത്യേകിച്ച് കൺവെൻഷൻ വേദികളിൽ, വിവാഹവേദികളിൽ, ശവസംസ്കാര വേദികളിൽ, അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വേദിയായ പരസ്യ കവലകളിൽ തകർന്നുപോയ ജീവിതങ്ങളോട് എൻ്റെ യേശുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം ഗാനങ്ങളിലൂടെ, സന്ദേശങ്ങളിലൂടെ അറിയിപ്പാൻ ദൈവത്തിൻ്റെ കരുണയാൽ ഇടയായി തീർന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. 33 തിരുവയസ്സിൽ യേശു കർത്താവ് പാപികളും ദോഷികളുമായിരുന്ന എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേറ്റുകയും ചെയ്തെങ്കിൽ നല്ല യൗവനത്തിൽ തന്നെ എനിക്ക് കർത്താവിനെ സാക്ഷ്യം വഹിക്കണമെന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ദൈവകൃപയാൽ കർത്താവ് അത് സാധിപ്പിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇതാണ് ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ വേലയിൽ ഞാൻ പരാപതനായിരിക്കുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മറ്റനുഭവങ്ങളും പറയാം പാസ്റ്ററെ. ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിൻ്റെ കരുതൽ, പരിപാലനം, അതുപോലെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാ നല്ലവനായിരുന്നത്, വിശ്വസ്തനായിരുന്നത്, അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഗ്രഹമാകും. അപ്പം സമയമുണ്ട് നമുക്ക്, അതുകൊണ്ട് പാസ്റ്റർക്ക് ജീവിതാനുഭവങ്ങൾ പറയാം കേട്ടോ, മറ്റനുഭവങ്ങൾ കൂടെ പറയാം. അതുപോലെ തന്നെ കല്യാണവേദിയിലാണ് അന്നും ആ പാട്ട് പാടിയത് അല്ലേ? അത് കല്യാണവേദിയായിരുന്നോ? അതെ അതെ അതെ, ശരി. പാസ്റ്റർ അങ്ങനെ കല്യാണവേദികളിൽ പാടാൻ പോകാറുണ്ട്? അതെ, അങ്ങനെ പാടിയൊരു പാട്ടാണ് അന്ന് വൈറലായത്. അതെ അതെ, ശരി. അപ്പം മറ്റനുഭവങ്ങളും പറയാം കേട്ടോ. പാട്ട് പാടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ ദൈവവചനം കേട്ട്, പ്രസംഗം കേട്ട് മാത്രമേ ആളുകൾ യേശുവിനെ അറിയുള്ളൂ എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ചിന്ത. എങ്കിലും മറുവശത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ആദിമകാല ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങളിലുള്ള ഗാനങ്ങൾ ഒരുപാട് പേരുടെ വേദനകൾ അകറ്റിയിട്ടുണ്ടെന്നും അനഗര സമാധാനത്തിലേക്കും പ്രത്യാശയിലേക്കും നയിച്ചിട്ടുണ്ടെന്നുള്ളതായ ഒരു അനുഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ബാല്യകാലത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തി കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുമ്പോൾ
എന്നെ വെറും ഒരു പാട്ടുകാരനാക്കി മാറ്റല്ലേ, വെറും ഒരു സുവിശേഷകനാക്കി മാറ്റല്ലേ. കർത്താവെ, ഞാൻ പാടുമ്പോൾ, ദൈവവചനം സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾക്ക് അനുഗ്രഹമാകണമേ, ആളുകൾ രക്ഷിക്കപ്പെടണം എന്നൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കടന്നു പോകുന്നത്. പ്രാരംഭമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ നിലമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശാലോം മൊബൈൽ ഗോസ്പൽ ടീം, പാസ്റ്റർ ബാബുമോൻ ജോർജ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന, ഇന്ന് ന്യൂ ഇന്ത്യയിലെ ഒരു അനുഗ്രഹീത ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട് ഈ സമയം. കാരണം കർത്താവിന്റെ വേലയിൽ ആയിരക്കണക്കിന് അവസരങ്ങൾ കർത്താവിന്റെ പ്രത്യനിലൂടെയാണ് എനിക്ക് പ്രാരംഭമായി ഇടയായത്. ഇന്ന് അദ്ദേഹം ന്യൂ ഇന്ത്യ ചർച്ചക്കൂടിന്റെ ഒരു ശുശ്രൂഷകനായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. എന്നാൽ ശാലോം മൊബൈൽ ഗോസ്പൽ ടീമിൽ 13 വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാൻ ഇടയായി. ഇന്നും അവസരങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ കടന്നു പോകാറുണ്ട്. എന്നാൽ ആ ദൈവത്തിന്റെ കൃത്യൻ നയിച്ച ആ ടീമിനോട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ 14 ജില്ലകളിലും എനിക്ക് പോകാൻ, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോകാൻ ദൈവം ഭാഗ്യം നൽകി. ഒരുപാട് കവലകളിൽ നിൽക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യം തന്നു. എന്നാൽ ഞാൻ ഒരു രാവിലെ സമയം നിലമ്പൂരില് ഞങ്ങളുടെ ഗോസ്പൽ ടീം രാവിലെ 8 മണിക്ക് പ്രാർത്ഥിച്ച് പരസ്യ യോഗത്തിന് വേണ്ടി പോകും. മൈക്ക് സാങ്ഷനൊക്കെ എടുത്ത് നല്ല സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് ദൈവദാസന് കാര്യം ചെയ്യുന്നത്. അങ്ങനെ അവിടെ രാവിലെ ഒരു 8:30 സമയം ഞാൻ ചെന്ന മൈക്കെടുത്ത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ്, പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? പണം കൊടുത്താൽ ആഹാരം വാങ്ങാം, പക്ഷേ നിന്റെ ജീവിതത്തിൽ എന്നേക്കുമുള്ള നിന്റെ വിശപ്പ് മാറുമോ? പണം കൊടുത്താൽ വീട് വാങ്ങാം, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുമോ? എന്നൊക്കെ ഉള്ളതായ അർത്ഥം വരുന്ന ആ മനോഹര ഗാനം പാടാനിടയായി. ഞാനിത് പാടുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു യൗവനക്കാരൻ തൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് താനും തൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന സമയമാണ് ആ ഗാനം കേൾക്കാനിടയായി. ആ ഗാനം തൻ്റെ ജീവിതത്തെ സ്പർശിക്കാനിടയായി. അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുകയും എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എറണാകുളത്ത് ഇന്ന് ഞാൻ താമസിക്കുന്ന പനങ്ങാടുള്ള എൻ്റെ വീട്ടിൽ കടന്നു വരികയും ഇന്ന് രാത്രിയിൽ തകർന്നുപോയ ആ യൗവനക്കാരനോട് യേശുവിനെ കുറിച്ച് പറയാനും തന്നോട് പ്രാർത്ഥിക്കാനും ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ആ കുടുംബം ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി. സ്തോത്രം. പാട്ടിൽ കൂടെയും ആളുകളെ സ്പർശിക്കാൻ കർത്താവിന് കഴിയും. മാത്രവുമല്ല, എൻ്റെ ഉറപ്പ് വർദ്ധിച്ചു. അന്നു മുതൽ എവിടെ അവസരങ്ങൾ ലഭിച്ചാലും യേശുവിനെ കുറിച്ച് പാടുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സിനിമാ പാട്ട് പാടുകയും ഒരുപക്ഷെ എൻ്റെ സഹപാഠികളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാകാം. സിനിമാ പാട്ടൊക്കെ പാടി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒന്നും ലഭിക്കാത്ത ഒരു സമാധാനവും സന്തോഷവും ലഭിച്ചു. മറ്റൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, ക്രിസ്തീയ ഗാനങ്ങൾ എന്തുകൊണ്ടാണ് പാടുന്നതെന്നൊക്കെ എൻ്റെ സ്നേഹിതർ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. സിനിമാ പാട്ടൊന്നും പാടാറില്ലേ? പക്ഷേ അതുകൊണ്ടല്ല. കാരണം ക്രിസ്തീയ ഗാനങ്ങൾ പാടിയിട്ട് സിനിമാ ഗാനങ്ങളൊക്കെ അന്ന് ഞങ്ങൾ പാടുമ്പോഴും ആരും ഇതുപോലെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രമൊന്നുമില്ല. സ്തോത്രം. എനിക്കറിയാം, അനേക ഗായകന്മാർ ആത്മഹത്യ ചെയ്ത ചരിത്രം മാത്രമേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ യേശുവിനെ കുറിച്ച് പാടുമ്പോൾ അത് കേൾക്കുന്ന ഏത് നിലയിൽ തകർന്നു പോയ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവമേ, ക്രിസ്തീയ ഗാനങ്ങൾക്ക്, പ്രത്യേകിച്ച് യേശുവിനെ കുറിച്ചുള്ള ഗാനങ്ങൾക്ക് എത്ര മാധുര്യമാണ്. അതെങ്കിൽ എൻ്റെ ആയുസ് എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി പാടണം. സ്തോത്രം.
എങ്ങനെയാണ് പാട്ട് പാടാനുണ്ടായ ഒരു പ്രചോദനം എന്ന് പറയുന്നത്? അത് ഇന്നുവരെയും നാളിതുവരെയും കേരളത്തിലുള്ള ദൈവമക്കൾക്ക് അറിയാം. അനേകങ്ങളിൽ കടന്നുപോയ സാഹചര്യങ്ങളിലെല്ലാം അനേകരുടെ വേദനകൾ ഒപ്പുവാനിടയായി. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പാടിയ നിൻ സ്നേഹം ഞാൻ രുചിച്ചു എന്ന് പറഞ്ഞ ആ ഗാനം സ്വദേശത്തും വിദേശത്തുമായി ധാരാളം ദൈവകുഞ്ഞുങ്ങൾ സ്തോത്രം അവരുടെ ജീവിതത്തിൽ അവരുടെ വേദനകളെ ഒപ്പിയെടുക്കാൻ ഇടയായി തീർന്നു. അറിയാം, യൂട്യൂബിലുള്ള കമന്റ് ബോക്സിൽ വായിച്ചാൽ അതിന്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നമുക്കറിയാൻ കഴിയും. ഞാൻ അതിനെക്കുറിച്ച് എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. തകർന്നുപോയ ജീവിതങ്ങൾ, രോഗികളായിരിക്കുന്നവർ, ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ വഴിമുട്ടിയ ആളുകൾ, ആ ഗാനം കേട്ടിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എന്നോട് പറയുന്ന എല്ലാം ഒരു വാക്കാണ്. പലരും പല വാക്കല്ല എന്നോട് പറഞ്ഞത്. പറഞ്ഞു, വാസേ, ജീവിതത്തിൽ തകർന്നു പോയ ആളായിരുന്നു. ഈ ഗാനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ആയിരക്കണക്കിന് പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഒരാൾ തന്നെ. സ്തോത്രം. ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞത്, വിദേശത്തു നിന്നുള്ള ദൈവദാസൻ പറഞ്ഞത്, അദ്ദേഹം രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും എല്ലാം ഈ പാട്ട് കേൾക്കും, ജോലി സ്ഥലത്ത് പോകുമ്പോഴും കേൾക്കും. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവം ആ ജീവിത അനുഭവത്തിൽ പാടിയ ഗാനം അനേകർക്ക് ആശ്വാസമായി തീരുവാനിടയായി തീർന്നല്ലോ. ഒരു കാര്യം, പാട്ടിനേക്കാൾ അപ്പുറത്ത്, പാടിയ ആളിനേക്കാൾ അപ്പുറത്ത് ആ പാട്ടിന്റെ അകത്തുണ്ടായിരുന്ന യേശു കർത്താവിന്റെ സാന്നിധ്യം ആണ് ഇത് ചെയ്തതെന്ന് വളരെ ഉൾബോധ്യം കൃപയാൽ ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. മാത്രമല്ല, പലരുടെ ജീവിതാനുഭവങ്ങൾ നോക്കുമ്പോൾ ഇന്ന് പല പ്രിയപ്പെട്ടവരും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിത്തീരുന്ന ചില സഹോദരങ്ങൾ ഇന്നവർ കർത്താവിന്റെ വേലയിലായി തീർന്നവർ ഉണ്ട്. സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ തകർന്നു പോയ പല ആളുകളെയും ഈ മാർഗത്തിലേക്ക് ഒന്ന് കരം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കാൻ കർത്താവിന്റെ കൃപയാൽ ഇടയായി തീർന്നിട്ടുണ്ട്. ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവ് യേശുവിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരായിട്ട് ആരെങ്കിലും ഈ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ എല്ലാ തകർച്ചയിലും എന്നെ മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും പണിതെടുക്കാൻ, തകർന്നുപോയ സാഹചര്യങ്ങൾ നമ്മളെ പണിതെടുക്കാൻ കർത്താവിന് കഴിയും. കർത്താവിൻ്റെ സന്ദേശത്തിന് കഴിയും. കർത്താവിൻ്റെ ഗാനങ്ങൾക്ക് കഴിയും. സ്തോത്രം. ദൈവകൃപയാൽ ഈ നാളുകളിൽ നിന്ന് വിവിധ ഗോസ്പൽ ടീമുകളിൽ വർക്ക് ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപയാൽ ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പല ചാനലുകളിൽ നിന്നും ഇതുപോലുള്ളതായ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ കർത്താവ് കൃപ നൽകുന്നു. സ്തോത്രം. ഇതാണ് കർത്താവിൻ്റെ വേലയിൽ. സ്തോത്രം. തുടർന്ന് മുമ്പോട്ടും കർത്താവിന് വേണ്ടി നിന്ന് കർത്താവ് ചെയ്ത് തന്ന ഈ ശുശ്രൂഷ തികയ്ക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അടിയനും ആയിരിക്കുന്നു. പാസ്റ്റർ, ഈ അടുത്ത സമയത്ത് മരണകരമാകുന്ന അനുഭവത്തിൽ നിന്ന് അല്ലേ ഒരു വിടുതലൊക്കെ കിട്ടി അല്ലേ? അതെ, തീർച്ചയായും. അതെ, എന്താ സംഭവിച്ചത്? അതെ, ഞാൻ ഓർപ്പിച്ചത്, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് വേദനകളും പ്രതിസന്ധികളും ഒക്കെ അതിന്റെ മുമ്പിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഉണ്ടായിരുന്ന കാര്യങ്ങളും ജോലി കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടാണ് ഈ കർത്താവിന്റെ വേലയിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു തൊഴിലുണ്ട്. അത് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ജോലിയാണ്. അത് ഒക്കെ ചില സമയങ്ങളിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാനിടയായി. അങ്ങനെ ചെയ്ത് മുമ്പോട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അവസരങ്ങൾ, മീറ്റിങ്ങുകളില്ലാത്ത സമയത്തും പ്രവർത്തനങ്ങളില്ലാത്ത സമയത്തും ഒക്കെ ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ പോകുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ട സമയത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസം 25-ാം തീയതി കാക്കനാട് വെച്ച് എനിക്കൊരു അപകടമുണ്ടായി. ഒരു ഫ്ലൈവുഡിന്റെ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടർ അതെൻ്റെ കയ്യിൽ നിന്ന് തെന്നി എൻ്റെ തലയിൽ ഒരു മുറിവുണ്ടാകുകയും എൻ്റെ സ്കള്ളിനൊരു പൊട്ടലുണ്ടായി, ഇന്നർ ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ വല്ലാത്ത അപകടകരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാനിടയായി. എറണാകുളത്തുള്ള
ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുകയും പ്രദേശത്തും വിദേശത്തുമായ ഒരുപാട് ദൈവമക്കൾ ഇതറിയുകയും അവരെന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമായി അത്ഭുതകരമായി ദൈവം എന്നെ സൗഖ്യമാക്കാനിടയായി. ഇന്ന് 6 മാസം പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് ഈ സംഭവം. സ്തോത്രം. എന്നാൽ ആ സാക്ഷ്യം പോലും, ആ അപകടത്തെക്കുറിച്ചുള്ള സാക്ഷ്യം പോലും പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. എന്നാൽ കർത്താവ് മരണത്തിൽ നിന്നൊരു തിരിച്ചുവരവ്, എൻ്റെ ഒരു സ്നേഹിതൻ അങ്ങനെ ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഇട്ടത്. ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും ഒരു അഡ്വർടൈസ്മെന്റ് അല്ല, പക്ഷേ അത് ജീവിതത്തിന്റെ പച്ചയ അനുഭവം. സ്തോത്രം. എൻ്റെ ഡോക്ടർ എന്നോട്, വൈഫിനോട് പറഞ്ഞതൊക്കെ അനുസരിച്ച് വളരെ ക്രിട്ടിക്കലായി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഒരു സർജറി ഒക്കെ ഉണ്ടായി. അത് വളരെ അനുഗ്രഹിക്കപ്പെടുന്നതിൽ പൂർത്തീകരിക്കാനിടയായി. ഈ ദിവസങ്ങളിൽ ദൈവകൃപയാൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ദൈവം എന്നെ അയച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോടെ, സന്തോഷത്തോടെ ദൈവകൃപയാൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അനേക പാട്ടുകൾ പാടുവാൻ കർത്താവ് സഹായിക്കട്ടെ. പാടുക മാത്രമല്ല, എഴുതുവാനും, പാട്ടുകൾ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ എഴുതുവാനും ഒക്കെ കർത്താവ് മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ, കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. പാസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുകൂടെ പാടാം കേട്ടോ, നമുക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്. ഒരു പാട്ടുകൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ഒരു പഴയ ഗാനം, ഒരു പക്ഷേ എല്ലാവർക്കും പരിചിതമല്ലെങ്കിലും സ്തോത്രം, ആ ഗാനം പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവനേകി സ്നേഹിച്ചായൻ യേശുദേവൻ ആശ്രയമാണെനിക്കവൻ എന്നുമെന്നും. ജീവനേകി സ്നേഹിച്ചായൻ യേശുദേവൻ ആശ്രയമാണെനിക്കവൻ എന്നുമെന്നും. ഭക്ഷണമില്ലാതെ വാടി ഉഴഞ്ഞിടുമ്പോ ഭക്ഷണമായി നാഥനന്റെ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടി ഉഴഞ്ഞിടുമ്പോ ഭക്ഷണമായി നാഥനന്റെ അരികിൽ വരും. ദാഹത്താലി മരുവിൽ കുഴഞ്ഞിടുമ്പോ ദാഹജലമായ അവനൻ അരികിൽ വരും. ദാഹത്താലി മരുവിൽ കുഴഞ്ഞിടുമ്പോ ദാഹജലമായ അവനൻ അരികിൽ വരും. ജീവനേകി സ്നേഹിച്ചായൻ യേശുദേവൻ ആശ്രയമാണെനിക്കവൻ എന്നുമെന്നും. ജീവനേകി സ്നേഹിച്ചായൻ യേശുദേവൻ ആശ്രയമാണെനിക്കവൻ എന്നുമെന്നും. അനാഥർക്കും തകർന്നു പോയവർക്കും നിരാശ അനുഭവിക്കുന്നവർക്കും ജീവിതത്തിന്റെ ഏത് പാപത്തിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്കും യേശു മതിയായ ദൈവമാണ്. യേശു മതിയായ ദൈവമാണ്. യേശു മതിയായ ദൈവം. ആമേൻ. ഒരു സാധാരണ പാട്ടുകാരനായി എന്നെ തീർക്കരുത് എന്നായിരുന്നു പ്രാർത്ഥന. ദൈവം എന്നെ ഒരു പാട്ടുകാരൻ എന്ന നിലയിലല്ല, അനേകരെ രക്ഷയിലേക്ക് നയിക്കാൻ ഉപയോഗിക്കണം എന്നായിരുന്നു ജീവിതത്തിലെ ഒരു ആഗ്രഹവും പ്രാർത്ഥന. ദൈവം ഇത് സാധിപ്പിച്ചല്ലേ. അനേകരുടെ കണ്ണുനീര് പോകാനും അനേകരുടെ ഹൃദയത്തെ സ്പർശിക്കുവാനും ആ പാട്ടുകൾ കാരണമായി തീർന്നു. അതുപോലെ തന്നെ ഒത്തിരി വേദികളിൽ, പരസ്യമാകട്ടെ മറ്റ് വേദികളിൽ, ഉദ്ദേശം എത്ര വേദികളിൽ, കണക്ക് വല്ലതും ഉണ്ടോ അങ്ങനെ? സ്തോത്രം. പക്ഷെ ആയിരക്കണക്കിന് വേദികളിൽ ദൈവം.
ആയിരക്കണക്കിന് വേദികളിൽ അയച്ചു. ഞങ്ങളൊരു ആ, ആ, ഒരു 4-5 വർഷം മുമ്പ് വരെ ഞങ്ങൾ വെറുതെ മൈക്ക് സാങ്ഷൻ മാത്രം എണ്ണി നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ ദൈവത്തിന്റെ കരുണയാൽ ഒരു 7,000-ലധികം പരസ്യങ്ങൾ ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. 4-5 വർഷങ്ങൾ. കാരണം ഞങ്ങളുടെ ടീമിൽ ഒരു മാസത്തിൽ 21 ദിവസമൊക്കെ ആയിരുന്നു പരസ്യവും. രാവിലെ ഒരു ദിവസം ഒരു 10, 11, 12 ആ, സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്യവും നടത്തും. വളരെ നല്ല രീതിയിൽ ദൈവകൃപയാൽ ചെയ്യാനിടയായിക്കൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള മഹനീയമായ ഒരു ശുശ്രൂഷയാണ്. ഒരു ദിവസം 10-12, അപ്പോൾ ഒരു മാസം 20 ദിവസമാണെങ്കിൽ എങ്ങനെ പോയാലും 200 പരസ്യയോഗം അല്ലേ? അങ്ങനെ അങ്ങനെ ആയിരക്കണക്കിന് പരസ്യയോഗം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആയിരക്കണക്കിന് മൈക്ക് സാങ്ഷൻ തന്നെ എണ്ണിയപ്പോൾ 7,000 ഉണ്ടായിരുന്നു. അതെ അതെ, മൈക്ക് സാങ്ഷൻ എടുത്ത് ചെയ്ത കാര്യങ്ങൾ തന്നെ അവസാനം പിന്നെ ഞങ്ങൾ ചിന്തിച്ചു, നമ്മളങ്ങനെ ഒരു എണ്ണം അല്ലല്ലോ, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് നല്ല വേദികളിലെല്ലാം പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം അതിവിടെ ഞാൻ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ റെയ്നാഡ് ബോങ്കെ, അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ നിൽക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായത് അതൊരു ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യം. സ്തോത്രം. കാരണം അദ്ദേഹം 2008 എറണാകുളത്ത് വന്ന സമയത്താണ് എനിക്ക് അതിനുള്ള ഭാഗ്യം ദൈവം തന്നത്. അതിന്റെ തലയാഴ്ചയിൽ ഞാൻ റെയ്നാഡ് ബോങ്കയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട്, അഗ്നിയാലുള്ള സുവിശേഷീകരണം എന്ന് പറഞ്ഞ പുസ്തകം വായിക്കാനിടയായി. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം എറണാകുളത്ത് വന്നെന്നും ഒരുപാട് രോഗികളെ സൗഖ്യമായെന്നും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ദൈവദാസനാണെന്നും ഒക്കെ എനിക്ക് ആ പുസ്തകത്തിലൂടെ അറിയാൻ കഴിഞ്ഞു. അതെന്റെ ദർശനത്തിന്റെ ഒരു ആദ്യ പടിയായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ച ഒരു രാത്രിയിൽ എൻ്റെ കിടക്കയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ റെയ്നാഡ് ബോങ്കനെയൊക്കെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഈ സാധുവായി എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകം വാങ്ങി ഞാനിങ്ങനെ കരഞ്ഞ് രാത്രി കിടന്നങ്ങ് ഉറങ്ങി. പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു. എനിക്ക് വേദോസം വായിക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും ഒക്കെ കണ്ണുനീര് വരും. സ്തോത്രം. അങ്ങനെ ഞാൻ കരയുവാനിടയായി, കരഞ്ഞു കിടന്നുറങ്ങിപ്പോയി. രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്. അതിങ്ങനെയായിരുന്നു, ഞാനും റെയ്നാഡ് ബോങ്കയും ഒരു സ്റ്റേജിൽ നിൽക്കുന്നു. സ്തോത്രം. കർത്താവ് ചെയ്താണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് നിന്ന് എന്നെ ഒരു ദൈവദാസൻ വിളിക്കുകയും ഇങ്ങനെ ഒരു വോയിസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറയുകയും അതിൽ കടന്നു പോവുകയും 250 പേരുള്ള ആ കൊയറിൽ ഒരാളായി തീരാൻ ദൈവകൃപയിൽ എനിക്ക് ഭാഗ്യം നൽകി. ആ മീറ്റിങ്ങിന്റെ ഫോട്ടോ ഇന്ന് ഞാൻ എൻ്റെ ഷോക്കേസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സ്തോത്രം. അത് ഒരു വലിയ ഓർമ്മയാണ്. അതൊരു ഭയങ്കര അനുഭവമാണ് പാസ്റ്ററെ. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ ഒരിക്കൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം രാത്രിയിൽ സ്വപ്നം കാണിക്കുന്നു, അത് പൂർത്തീകരിക്കുന്നു. ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെപ്പോലും മാനിക്കുന്ന, നടത്തുന്ന ദൈവം അല്ലേ? സത്യത്തിൽ ഈ ക്രിസ്ത്യ ജീവിതം വലിയ ഭാഗ്യമാണ്. നമ്മൾ പാടത്തിലെ കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന അല്ല പെറ്റമ്മയിൽ അൻപേർന്ന യേശു പോരായോ? ക്രിസ്ത്യ ജീവിതം പോലൊരു ഭാഗ്യമില്ല പാസ്റ്ററെ. അത് അനുഭവിച്ചറിയുന്നവർക്ക് അതിൻ്റെ മാധുര്യം അറിയത്തുള്ളൂ. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും സ്നേഹത്തോട് കരുതി നടത്തുന്ന കർത്താവിൻ്റെ കരുതലൊക്കെ അനുഭവിച്ചവർക്കേ അറിയാൻ കഴിയത്തുള്ളൂ. ഇനി അനേകർക്ക് അങ്ങനെ അനുഗ്രഹമാക്കി പ്രിയ കർത്താവിൻ്റെ ദാസനെ കുടുംബമായി കർത്താവ് നിർത്തട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നേ? അമ്മച്ചി സന്തോഷമായിരിക്കുന്നു. 25 വർഷം സർവീസ് പൂർത്തീകരിച്ച് ഇപ്പോൾ 8 വർഷമായി റിട്ടയർഡായി. അതെ, കൃപയാൽ ഞങ്ങളോടൊപ്പം പനങ്ങാട് പാർത്തു വരും. അതൊക്കെ ഒരു നല്ല അനുഭവമാണ്. കാരണം ഒന്നിച്ച് മരിക്കാമെന്ന് തീരുമാനമെടുത്തു, എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് മാറ്റി, ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റി. ആ ഓർഫനേജിൽ പോയപ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണ്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അല്ലേ, നമ്മൾ ചെറിയ പ്രായത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം തന്ന മറുപടിയാണ്. ശുഭകരമാകുന്ന ഒരു ജീവിതം കർത്താവ് നൽകിയത്. തകർന്നു പോകേണ്ടടുത്ത് ദൈവം തകരാൻ സമ്മതിക്കാതെ നിർത്തിയത് എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, വിട്ടുപോയ അനുഭവം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, സമയം കുറവില്ല. എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് സ്തോത്രം എനിക്ക് പറയാനുള്ളത്, തുടർന്നുള്ളതായ സിസ്റ്റൈസ് പൂർണ്ണമായും
കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ തികയ്ക്കണം എന്നുള്ളതാണ്. മറ്റുള്ളൊരു പേരിനേക്കാൾ, പ്രശസ്തിയേക്കാൾ, മറ്റെല്ലാറ്റിനേക്കാൾ, സ്തോത്രം, ജീവിതത്തിൽ നഷ്ടമായതെല്ലാറ്റിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ ശുശ്രൂഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ആ ഒരു നിലയിലേക്ക് പ്രേക്ഷകരും ആയിത്തീരുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കും. സ്തോത്രം, ഇങ്ങനെ ഒരു അവസരം സ്തോത്രം ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്ന ദൈവദാസനെയും കുടുംബത്തെയും ഈ മീഡിയയും പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ ആരെങ്കിലും തകർന്നു പോയവരായ ജീവിതത്തിൽ ഈ സാക്ഷ്യം ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരെയും കൂടെ കർത്തൃകരങ്ങളിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ പാസ്റ്ററും ഫാമിലിയും സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകുന്നതായ ആസാദി പ്രയർ ലൈൻ എന്ന് പറഞ്ഞ ഈ TV ചാനലിനായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയെ സ്തോത്രം ചെയ്യുന്നു. അത് നിമിത്തം അടിയനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ ദൈവമൊരുക്കിയ എല്ലാ സാവകാശത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ഇവരോട് കാണിച്ചെല്ലാം നല്ല സ്നേഹ ആദരവുകൾക്കായിട്ട് നന്ദി. കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം. ദൈവമേ, മാത്രമല്ല അടിയനെ പോലെ ഒരുപാട് ആളുകളുടെ സാക്ഷ്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രക്ഷേപണം ചെയ്യാനിടയായി. അത് അനേകർക്ക് ആശ്വാസമായി തീർന്നതുപോലെ ഈ സാക്ഷ്യം അനേകർക്കൊരു അനുഗ്രഹമായി മാറാൻ, അനേകർക്കൊരു ആശ്വാസമായി മാറാൻ ഇടയാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ തകർന്നു പോയവർ, അനാഥത്വം അനുഭവിക്കുന്നവർ, നിരാശയുടെ അടിത്തട്ടിൽ കഴിയുന്നവർ, ജീവിതത്തിൽ മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഇനി പരിഹാരമുള്ളൂ എന്ന് കരുതി ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ, കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയ പ്രിയപ്പെട്ടവർ, അപ്പനമ്മമാരാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ, ജീവിതത്തിൽ നിരാശയിൽ തകർന്നു പോയ ദൈവമക്കളോ ദൈവദാസിദാസന്മാരോ ഉണ്ടെങ്കിൽ കർത്താവേ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ സത്യമറിയാതെ ജീവിതത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ ഇനി മുൻപോട്ടൊരു യാത്രയില്ലെന്ന് കരുതി ജീവിതത്തിന്റെ വഴിയെല്ലാം അടഞ്ഞ് പ്രതീക്ഷകൾ അസ്തമിച്ച് ഇനി മുൻപിൽ ജീവിതത്തിൽ തകർച്ച മാത്രമേ ഉള്ളൂ എന്നൊക്കെ കരുതി ആരെങ്കിലും ഈ മീഡിയയിൽ ഈ സാക്ഷ്യം ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരെയും കർത്താവിന്റെ പൊന്നുകരത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മാനസികമായി തകർന്നവര് അങ്ങയുടെ ആശ്വാസത്തിന്റെ കരം തൊടണമേ. രോഗികളായിരിക്കുന്നവരുടെ മേൽ സ്വർഗീയ സൗഖ്യം അയക്കണമേ. ജീവിതത്തിൽ ഏതെങ്കിലും നിലയിൽ തകർന്നുപോയ ആളുകളുടെ ജീവിതത്തിൽ അവരെ തകർച്ചയിൽ നിന്ന് കർത്താവ് പണിതെടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ളതായ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി ഇതിൻ്റെ അകത്ത് കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. എന്റെ സാക്ഷ്യം അനേകർക്കൊരാശ്വാസമായി അനുഗ്രഹമാക്കി ദൈവമോട് തീർക്കാൻ പോകുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവ് ചെയ്തല്ല ആമേൻ സ്തോത്രം ചെയ്ത് കൃപയ്ക്കായി സ്തോത്രം, തന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം, അവസരങ്ങൾക്കായി യേശു ക്രിസ്തു ധന്യമായ നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. കൃപയോട് കൊണ്ട് ഉത്തരം പറയണം കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ കർത്താനദാസൻ ബിജു പനങ്ങാടിൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ദേവദാസനെ ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ച് നൽകിയതിൽ, അവസരം വേർതിരിച്ചതിൽ ഇനിയും ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. കർത്താവ് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.